VPയുടെ ആവശ്യം അതാണ്. അതിനോട് ഒരു പകുതിയെങ്കിലും പോസിറ്റീവായി റിയാക്ട് ചെയ്താൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ ഗുണം കിട്ടുമെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കുന്നതിൽ എന്താ കുഴപ്പം അപ്പോ? ദേ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ അപ്പുവിന്റെ ഇഷ്ടം. നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. എന്തു പറയുന്നു? ആഹാ, മമ്മി ഇപ്പൊ ഇത് ഏതു നേരവും പ്രാർത്ഥനയിലാണല്ലോ. എനിക്കിപ്പോ ഇവിടെ വേറെ എന്താ ചെയ്യാനുള്ളത്? ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ മാളു പോലും ഇല്ലല്ലോ ഇവിടെ. മരുമോളില്ലാത്തതിന്റെ ഒരു ടെൻഷൻ ടീച്ചറിന്റെ മുഖത്ത് കാണുന്നുണ്ട്. അതിലെന്താണ് ഇത്ര കളിയാക്കാൻ? അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായേനെ. നീ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു സമയാവില്ലേ വരാൻ? വന്നാലും നീ പഴയതുപോലെ എന്നോടൊന്നും സംസാരിക്കാറില്ലല്ലോ. അത് ശരി, ഇപ്പൊ കുറ്റം എനിക്കായോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, നീ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ മമ്മി. പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. എന്നാ മമ്മി പറ. വേണ്ട വേണ്ട, ഇനി ഞാൻ പറഞ്ഞ് എന്റെ മോൻ അതൊരു അവസരമാക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാ നീ തന്നെ പറഞ്ഞാ മതി. കാര്യം മമ്മി ഉദ്ദേശിച്ചത് തന്നെ. നമുക്ക് രണ്ടാൾക്കും കൂടി ചെന്ന് മാളുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ മമ്മി. ഇനിയിപ്പോ പ്രത്യേകിച്ചും അവിടെ നിന്നിട്ടും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷെ അതൊരിക്കലും അവളെ നിർബന്ധിച്ചുകൊണ്ടാവരുത് ജോബിൻ. വരാൻ അവൾ കൂടി മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. അവക്കെന്താ മനസ്സിലാത്തത്? മാളുവിന് 100% സമ്മതമായിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഇടയ്ക്ക് വിളിച്ചപ്പോ മാളുവായിട്ട് തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചതല്ലേ. പിന്നെ മമ്മി പറഞ്ഞതുകൊണ്ടാ ഞാൻ അത്രയും താല്പര്യം കാണിക്കാത്തത്. ഞാൻ പറഞ്ഞൊന്ന് വെച്ച് നീ അവളെ വിളിച്ചോണ്ട് വരാതിരിക്കൊന്നും വേണ്ട. അവൾ അവിടെ നിന്നോട്ടെന്ന് ഞാൻ പറഞ്ഞത് അവളുടെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്താ. അതൊക്കെ എനിക്കും അറിയില്ലേ മമ്മി. അപ്പുവിനെ പോയി കണ്ടത് ഏതായാലും മാളുവിനൊരു ആശ്വാസമായി. മാളു അപ്പുവിനെ പോയി കണ്ട കാര്യം വിജയ് അറിഞ്ഞോ? ഇല്ലില്ല, അവരുടെ യാത്രയെക്കുറിച്ച് ഗീതാന്റിക്ക് മാത്രമേ അറിയൂ. വിജയ് ഇപ്പൊ അറിയാതിരിക്കുന്നതാ നല്ലത്. ഏതായാലും അപ്പു സേഫായിട്ട് തന്നെ ഉണ്ടല്ലോ. ദൈവാനുഗ്രഹം. ഇനി മാളു വിളിക്കുമ്പോ നീ അവളുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു വെക്ക. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. നീ വാ, ഞാൻ കഴിക്കാനെടുക്കാം. എന്തായി അമ്പിമാമ? അപ്പു എന്താ പറയുന്നത്? എന്റെ VP, നിങ്ങൾ രണ്ടുപേരും പിടിച്ചിടം കൊണ്ടേ വീഴൂ എന്ന വാശിയിൽ നിന്നാൽ ഇടയിൽപ്പെട്ടു പോകുന്നത് ഈ പാവം പിടിച്ച ഞാനാ. അമ്പിമാമൻ കാര്യം എന്താന്ന് വെച്ച് പറ. നാളെ അപ്പു നിങ്ങളും പൂനെക്ക് പോകുന്നുണ്ടോ? അതല്ലേടോ പറഞ്ഞു വരുന്നത്. ഒരറ്റത്ത് പോകരുതെന്ന് താൻ വാശി പിടിക്കുന്നു, മറ്റേ അറ്റത്ത് പോയേ പറ്റുമെന്ന് അപ്പു. ഇതിനിടയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. VP, താൻ അപ്പൂനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു വന്നത് ശരിക്കും എന്തിനാ? അപ്പൂനെ അനുനയിപ്പിക്കാനോ അതോ പിന്നെയും പിണങ്ങി പിരിഞ്ഞ് കണ്ടാൽ മിണ്ടാതെ ജന്മശത്രുക്കളെ പോലെ തുടരാനോ? ദേ, നാളെ എന്ത് സംഭവിച്ചാലും പോണമെന്ന് വാശി പിടിച്ച് നിന്നതാ അപ്പു. ഒരുവിധം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. സമ്മതിപ്പിച്ചെന്ന് പറഞ്ഞാൽ നാളത്തെ യാത്ര മാറ്റിവെക്കാൻ ആലോചിക്കാമെന്ന് മാത്രമേ അപ്പു പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ഒരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയില്ല. ഇനി താൻ എന്നെ നിർബന്ധിക്കരുത്. പിന്നെ അതുമാത്രമല്ല, ഇനി ഇതേ ആവശ്യവുമായിട്ട് ഞാൻ വീണ്ടും അപ്പുവിനെ കാണാൻ ചെന്നാൽ അപ്പു ചിലപ്പോ എന്നെ പോലും കൂട്ടാതെ മറ്റെവിടേക്കെങ്കിലും പോയിന്നിരിക്കും. എടോ, അതിനൊക്കെ താനായിട്ട് വെറുതെ അവസരം ഒരുക്കണോ? അമ്പിമാമ, എനിക്ക് ആലോചിക്കാം എന്നൊരു മറുപടി അല്ല അപ്പുവിൽ നിന്ന് വേണ്ടത്. അവൾ പോകരുത്. അവൾക്കൊപ്പം ജീവിക്കാനാ ഞാൻ ഈ കഷ്ടപ്പെട്ടതും കണ്ടെത്തിയതൊക്കെ.
എന്നാ പിന്നെ താനൊരു കാര്യം ചെയ്യും, താനും ഞങ്ങളുടെ കൂടെ പൂനെക്ക് പോര്. അപ്പുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നവരെ കൂടെ നിൽക്കുകയും ചെയ്യാം. ഇടയ്ക്ക് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോവുകയും ചെയ്യാമല്ലോ. അമ്പിമാമ തമാശ കട. തമാശ അല്ലടോ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഇത്ര ധൃതി പിടിച്ച് അപ്പൊ എന്തിനപ്പ ഈ പൂനെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓപ്പറേഷൻ്റെ ഒരു പരമ്പര തന്നെ വേണ്ടിവരും. ബോട്ടം സർജറി, ടോപ്പ് സർജറി, പിന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ 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 പല ഘട്ടങ്ങളായിട്ടാണ് അത്. പൂനെയിലൊരു ഹോസ്പിറ്റലിൽ അതിനുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ എന്തിനപ്പോ ഷിഫ്റ്റ് ചെയ്ത് പൂനെയിലേക്ക് പോകുന്നത്? അതോ പൂനെ പോയാലേ അപ്പന് തൃപ്തിയാവുന്നുണ്ടോ? താനൊന്ന് സമാധാനപ്പെടറോ. വെറുതെ ഒച്ചയെടുത്ത് അപ്പുവിൻ്റെ മൂടൂടി കളയല്ലേ. അപ്പു കേട്ടോണ്ട് വന്നാ പിന്നെ തർക്കവും ബഹളവും ഒക്കെ ആവും. നാളെ പോണ്ടെന്ന് വെച്ചത് അപ്പുവായിട്ട് തന്നെ തിരുത്തുകയും ചെയ്തെന്ന് വരും. എന്തിനാ വെറുതെ വാശി കളയടോ. ഇത് വാശിയുടെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അപ്പുവിനെ മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ട്രീറ്റ്മെന്റ് ഇവിടെ ആക്കാന്ന് ഞാൻ പറഞ്ഞത്. അപ്പുവിനെ എനിക്ക് വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകണം. അതാണ് എൻ്റെ ആവശ്യം. അതേതായാലും ഇപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ദേ, ഒരു കാര്യം ഞാൻ പറയാം. നാളത്തെ യാത്ര ഒരു 50-60% മാറ്റിവെക്കാൻ ഒരു മനസ്സ് അപ്പു കാണിച്ചിട്ടുണ്ട്. ഇനിയും താൻ കൂടുതൽ വാശി പിടിച്ചാ അപ്പു ചിലപ്പോൾ ആ തീരുമാനം മാറ്റിന്നിരിക്കും. അതുകൊണ്ട് താൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. താനിപ്പോ മനസമാധാനത്തോടെ ഇവിടെ നിന്ന് തിരിച്ചു പോ. എന്താ? ഞാൻ തിരിച്ചു പോയിക്കോളാം. പക്ഷേ അതിനെനിക്ക് അമ്പിമാമന്റെ ഒരു ഉറപ്പ് വേണം. ചേടാ, ഞാനിപ്പോ എന്ത് ഉറപ്പ് തരാനാ വി പി? തീരുമാനം അപ്പുവിൻ്റെതാ. ഞാൻ പറഞ്ഞല്ലോ, ആലോചിക്കാമെന്ന് പറഞ്ഞത് തന്നെ ഒരു പകുതി സമ്മതമായി കൂട്ടിക്കോ. എന്തായാലും നാളത്തെ യാത്ര ഒഴിവാക്കിയതായിട്ടാ എനിക്ക് മനസ്സിലാവുന്നത്. താൻ ആ ധൈര്യത്തില് വീട് പിടിക്കാൻ നോക്കടോ. അമ്പിമാമനെ വിശ്വസിച്ച് ഞാൻ പോവാം. പക്ഷേ എന്നെ ഇങ്ങനെ അനുനയിപ്പിച്ച് അയച്ചിട്ട് നാളെ നിങ്ങളെല്ലാരും കൂടി കടന്നു കളയാനാണ് ഉദ്ദേശമെങ്കിൽ അതെന്നോട് ചെയ്യുന്നൊരു വലിയ ചതിയായിരിക്കുമെന്ന് അപ്പനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഈ പൂന എന്ന് പറയുന്നത് എനിക്ക് വന്നെത്താൻ പറ്റാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. ഒന്ന് മനസ്സ് വെച്ചാ നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താനും പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്നെ ഇതുപോലെ കള്ളം പറഞ്ഞ് ഒഴിവാക്കേണ്ടി വരും. താനെന്താണ് ഇങ്ങനെ കുട്ടികളെ പോലെ? അങ്ങനെ കള്ളം പറഞ്ഞ് ഒഴിവാക്കുന്നതിലും എത്രയോ ഭേദമാണ് അപ്പോ തന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ആ പേടിയൊന്നും തനിക്ക് വേണ്ടടോ. അമ്പിമാമ, എനിക്കെന്റെ കുഞ്ഞിനെ തിരികെ വേണം. ഞാൻ പറഞ്ഞല്ലോ, അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ എതിര് നിൽക്കില്ല. എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കാൻ പറയണം അപ്പനോട്. പി പി, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഇപ്പൊ താൻ ഇവിടുന്ന് പോ. ദേ, ഇനിയും കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിച്ച് താനിവിടെ നിന്നാൽ അത് അപ്പുവിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പറഞ്ഞല്ലോ ഞാൻ, എല്ലാം നമുക്ക് ശരിയാക്കാം. താൻ ധൈര്യമായിട്ട് പോ. പോകാനല്ലേ പറഞ്ഞത്? ചെല്ല്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അശ്വതി. ഇപ്പോഴേ ഇറങ്ങാനോ? ഏതായാലും ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പൊ മാളും നന്ദനും കൂടെ വരട്ടെ. അവര് ഓൺ ദ വേ ആണെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ എത്തുമായിരിക്കും. അതല്ല അശ്വതി, ബി പി ഇതിനകം തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിലോ? ഉണ്ടെങ്കി എന്താ, പീപ്പേടിന് അവിടെ നിൽക്കട്ടെ. ഏതായാലും മാളും നന്ദനും കൂടെ വന്നിട്ട് പോയാ മതി.
മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? എന്തുപറ്റി? എന്താ വിളിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നിയത്? അല്ല, ഞാൻ കരുതി VP നിങ്ങളെ പിന്തുടരുന്നുണ്ടാവുമെന്ന്. ഏയ്, അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഞങ്ങൾ പോയതും വന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, അല്ലേ മാളു? അതെ അതെ. എന്തായി? അപ്പുനെ കണ്ടോ? എന്തു പറഞ്ഞു അപ്പു? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാളു പറയും. അപ്പൂന് വരെ കുഴപ്പമൊന്നുമില്ല, സർജറി കഴിഞ്ഞു, സുഖമായിരിക്കുന്നു. അപ്പുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ അമ്പിമാമൻ തനിച്ചേ ഉള്ളൂ നന്ദ. ഏയ് അല്ലല്ല, സേവാ ഫോറത്തിന് ഒരു ആയ നിർത്തിയിട്ടുണ്ട് അമ്പി സാർ. അപ്പൂന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരാ മാനേജ് ചെയ്യുന്നത്. ആള് പിടിക്കുക. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. അല്ല വക്കീലെ, ഇനിയിപ്പോ അമ്പിസാറും ഒപ്പുമായിട്ട് അവിടെ അങ്ങ് കൂടാനാണോ പ്ലാൻ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അമ്മേ. എന്ന് കരുതി അങ്ങനെ ഒരു തീരുമാനം അവർ എടുക്കില്ലാന്ന് തോന്നുന്നു. അപ്പു എപ്പോഴായാലും ഇവിടേക്ക് തന്നെ മടങ്ങി വരേണ്ടതല്ലേ? അല്ലേ, ആൺകുട്ടിയായിട്ട് മടങ്ങി വന്ന പണിക്കർ അതിനെ സ്വീകരിക്കുമെന്ന് വക്കീലിന് ഉറപ്പുണ്ടോ? പെറ്റതള്ളയായ ഗീതയ്ക്ക് പോലും അങ്ങനെ ഒരു ഉറപ്പ് ഇപ്പോഴും ഇല്ല. ആ, ഒരു കണക്കിന് വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് തന്നെ അതിന് നല്ലത്. വെറുതെ തന്റെയും തള്ളെ ഇടങ്കേറാക്കണ്ടല്ലോ. അമ്മ ഇതെന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്? പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനല്ലേ എല്ലാരും കൂടെ ശ്രമിക്കുന്നത്? ഓ, ഇതൊക്കെ ഇനി എന്ത് പരിഹരിക്കാനാ അശ്വതി? ആവുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ ആയേനെ. ഇതിപ്പോ ഇങ്ങനെ നീറിയും പോഞ്ഞും കിടക്കുമെന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി അഥവാ എല്ലാം ഒത്തുതീർപ്പായി തന്റെ മോളും രമ്യതയെ പോകുന്നെങ്കിൽ അതും ഗുണമുള്ള കാര്യം തന്നെ. ആ, ഒക്കെ ഓരോരുത്തരുടെയും മണ്ടയിൽ എഴുതിയ പോലെ ഇരിക്കും. നമ്മൾ വെറുതെ വായിട്ട് അലച്ചിട്ടെന്തിനാ? നന്ദൻ വരൂ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ് വേണ്ട, ഞാൻ ഇറങ്ങാം. പോയിട്ട് അല്പം ധൃതിയുണ്ട്. അവിടെ ആതിര നിലയെ മാത്രമല്ലേ ഉള്ളൂ. ആതിര എന്തു പറയുന്നു? ആ, കുഴപ്പമില്ല. നിളയൊപ്പം ഉള്ളതുകൊണ്ട് ആളല്പം ഹാപ്പിയാണ്. ആ, കേസിന്റെ കാര്യം എന്തായി? ആ പയ്യന്മാരെ പിടിക്കുന്ന കോള് വല്ലതും ഉണ്ടോ വക്കീലെ? അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി അന്വേഷിച്ചിട്ടും കണ്ടെത്തിയിട്ടും ഒക്കെ എന്താകാനാ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ദൈവാധീനം കൊണ്ടാ വക്കീലിന്റെ പെങ്ങള് കൊച്ചിന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടാൻ പറ്റിയത്. മാഡം സമാധാനമായിട്ടിരിക്കെ. പണിക്കർ സാറ് വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും. അപ്പുവിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ആൾ ഓക്കെയാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി നന്ദൻ. ഞാൻ മാഡത്തിനെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ മാളുവിനെ കണ്ടിട്ട് പോയിക്കോളാം. ശരി എന്നാ. ഞാൻ മാളുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ദേശ്വതി, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇന്ന് പോയി ആ കൊച്ചിനെ കണ്ടു, സംസാരിച്ചു, പോന്നു. അതിവിടം കൊണ്ട് നിർത്തിക്കോണം. ഇനി ഇത് തുടരാനാണ് പരിപാടിയെങ്കിൽ അതൊന്നും അത്ര നല്ലതിനല്ലെന്ന് ഓർമ്മ വേണം. പണിക്കരും ആ കുടുംബം എപ്പോഴായാലും ഒരു ബാധ്യതയാവാൻ സാധ്യതയുണ്ട്. അതറിഞ്ഞും കണ്ടും വേണം ഇവിടെ ഉള്ളവർ നിൽക്കാൻ. മാളുവിനോട് നീ അത് പ്രത്യേകം പറഞ്ഞു വിലക്കണം. അല്ലെങ്കിലേ വീണ്ടും പഴയതിന്റെ തനിയാവർത്തനായി പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, ആന്റിയുടെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. ഞങ്ങള് പോയ വിവരം VP അങ്കിൾ ഒരു തരത്തിലും അറിഞ്ഞിട്ടില്ലെന്ന് നന്ദൻ സാറല്ലേ ആന്റിക്ക് ഉറപ്പ് വന്നത്. പിന്നെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മോളെ. നിങ്ങൾ പറഞ്ഞതുപോലെ VP ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അങ്കിളിന്റെ രാവിലത്തെ പെരുമാറ്റമാ എനിക്ക് മനസ്സിലാവാത്തത്. ആന്റിയുടെ ഫോൺ അങ്കിള് തന്നെയാ മാറ്റിയതെന്ന് ഉറപ്പാണോ? അതെ, ഞാൻ എപ്പോഴും ടീപ്പോയുടെയോ ഡൈനിങ് ടേബിളിന്റെ പുറത്താവും ഫോൺ വയ്ക്കാറ്. VP കരുതിക്കൂട്ടി അത് കൈക്കലാക്കിയതാവണം എന്ന് തന്നെ എന്റെ വിശ്വാസം. ഇതുവരെ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും VPക്ക് ഉണ്ടായിരുന്നില്ല. അപ്പുവിനോടൊന്ന് പിണങ്ങി നടന്നപ്പോൾ എൻ്റെ അപ്പുവിൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങി വെച്ചു എന്നുള്ളത് നേരാ. പക്ഷേ അത് ഞങ്ങളുടെ അറിവോടുകൂടിയാണ് താനും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എന്നെ തീർത്തും വിശ്വാസമില്ലാത്ത പോലെ. അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട്. എന്തിനാ VP ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാളു. അപ്പുവിന്റെ കാര്യം ആന്റി ബോധപൂർവ്വം മറച്ചു വെക്കുന്നു എന്ന ദേഷ്യം തന്നെ ആയിരിക്കും അങ്കിളിന്. അതാവും ഇത്ര ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നത്.
എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന് ഒരു നിമിഷം പോലും വി പി ചിന്തിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അപ്പുവിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എന്നുള്ളതാ സത്യം. പിന്നെ അറിഞ്ഞ കാര്യങ്ങൾ വി പിയോട് പറയാത്തത് മനഃപൂർവ്വം തന്നെയാ. കഴിഞ്ഞതൊക്കെ ഓർത്ത് ശരിക്കും പേടിച്ചിട്ട്. പക്ഷെ അതൊന്നും അങ്കിളുടെ ഓർമ്മയിലില്ലല്ലോ ആന്റി. ഒരുപക്ഷെ അപ്പവും അങ്കിളും തമ്മില് മാനസികമായി ഇത്ര അകന്ന കാര്യം അങ്കിളിന് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അവോയ്ഡ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ശ്രമിച്ചത് രണ്ടുപേരെ ഒപ്പം നിർത്താനാ. അതിൽ ഞാൻ ദയനീയമായി പരാജയപ്പെട്ടുപോയി മാളു. ഇപ്പൊ രണ്ടുപേർക്കും എന്നെ വേണ്ടാതായിരിക്കുന്നു. അപ്പുവിന്റെ വിചാരം ഞാൻ അപ്പുവിനെ ഒഴിവാക്കി വി പിയുടെ പക്ഷത്ത് ചേർന്നു എന്നാ. വി പി ആകട്ടെ നേരെ തിരിച്ചു. അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെ മനസ്സെന്ന് രണ്ടുപേരെയും കൺവിൻസ് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. അതെങ്ങനെ ആന്റിയുടെ പരാജയമാവും? ആന്റി പറഞ്ഞതുപോലെ ആന്റിക്ക് ഈസി ആയിട്ട് അപ്പുവിനെ ഒഴിവാക്കാമായിരുന്നു. അല്ലെങ്കിൽ അപ്പുവിന്റെ സൈഡ് നിന്നുകൊണ്ട് അങ്കിളിനെ. അതിനല്ല ആന്റി ശ്രമിച്ചതെന്ന് ഞങ്ങൾ കുറച്ചുപേർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ആ മോളെ, അപ്പുവിന് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ലെന്നാ അമ്പിമാമനും അപ്പവും പറഞ്ഞത്. പിന്നെ അപ്പുവിനെ കണ്ടിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല ആന്റി. ആദ്യമൊക്കെ എന്നോട് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാ പെരുമാറിയത്. ഞാനും നന്ദൻ സാറുമായിട്ട് ചെന്നതുപോലും ഇഷ്ടമല്ലാത്തൊരു രീതിയിൽ. പക്ഷെ കുറച്ചു കഴിഞ്ഞ് എന്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ടാവും അപ്പു എന്നോട് വളരെ സ്നേഹത്തോടെയാ പെരുമാറിയത്. കുറച്ചു നേരം മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോഴേക്കും ആള് പഴയ അപ്പു ആയതുപോലെ. എന്റെ കാര്യം വല്ലതും ചോദിച്ചോ നിന്നോട്? ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ലല്ലേ? അല്ല, ചോദിച്ചു ആന്റി. അങ്കിളുടെ ആന്റിയുടെ ഒക്കെ കാര്യം ചോദിച്ചു. അങ്കിൾ അവളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അതൊന്നും അപ്പുവിന് വിശ്വാസമായിട്ടില്ല. എന്നോട് അപ്പുവിന് പിണക്കം വല്ലതും ഉള്ളതായിട്ട്? ഏയ്, അപ്പുവിനങ്ങനെ പ്രത്യേകിച്ച് ആരോടും പിണക്കമില്ല ആന്റി. എല്ലാവരിൽ നിന്നും അപ്പു അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ട്രീറ്റ്മെന്റ് എത്രയും വേഗം പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അവരെപ്പോഴാ പോകുന്നെന്ന് വല്ലതും പറഞ്ഞോ? എത്രയും പെട്ടെന്ന് തന്നെ പൂനെക്ക് പോകണമെന്നാ അപ്പുവിന്റെ ആഗ്രഹം. അമ്പിമാമൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. മിക്കവാറും അവര് 2 ദിവസത്തിനുള്ളിൽ പോവും. എന്താ ആന്റി? പോകുന്നതിന് മുമ്പ് എനിക്ക് അപ്പുവിനെ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ ചെല്ലുന്നത് അപ്പുവിന് തീരെ ഇഷ്ടാവില്ല. എന്നാലും മോളൊന്ന് സംസാരിക്കും അപ്പുവിനോട്. ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇനി ഒരിക്കലും അപ്പുവിനെ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പുവിനെ കോണ്ടാക്ട് ചെയ്യാൻ എന്റെ കയ്യിൽ നമ്പറൊന്നും ഇല്ല. എങ്കിലും അമ്പിമാമനെ ഒന്ന് വിളിച്ചു പറയാം. ഏതായാലും ഞാനായിട്ട് പറഞ്ഞ അപ്പു സമ്മതിക്കും തോന്നുന്നില്ല. മോളൊന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞ അപ്പു കേൾക്കാതിരിക്കില്ല. ശരി ആന്റി. ഏതായാലും കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞല്ലോ, അത്രയും ആശ്വാസം. എന്നാ ഞാൻ പോട്ടെ മോളെ. ചിലപ്പോൾ വി പി വന്നിട്ടുണ്ടാവും. ഇനി എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ മനസ്സിൽ സംശയം വെച്ച് പെരുമാറും. ചെല്ലട്ടെ. അച്ഛൻ എന്നെ അപ്പൂന്ന് മാത്രം വിളിച്ചാൽ മതി. മോളേന്ന് വിളിക്കണ്ട. ഞാൻ മോളല്ല. കുറച്ചു മുമ്പ് വി പി പറഞ്ഞില്ലേ ഇത് വി പിയുടെ 2ാം ജന്മമാണെന്ന്? അതുപോലെ അപ്പു ഒരു 2ാം ജന്മത്തിലേക്കുള്ള യാത്രയില്ല. അപ്പു എന്ന ആണിന്റെ ജന്മം. ഒരിക്കൽ വരാം ഞാൻ, കെട്ടിലും മട്ടിലും നല്ല ഒത്തൊരു പുരുഷനായിട്ട്. എന്നെ സ്വീകരിക്കാൻ അപ്പോഴും ഈ മനസ്സ് ബാക്കിയുണ്ടെങ്കിൽ കൂടെ ജീവിക്കുന്ന കാര്യം അപ്പം ആലോചിക്കാം.